വലിയ കാണിക്ക വഞ്ചിയൊന്നും ഇവർക്ക് വേണ്ട. ചെറിയ കാണിക്ക വഞ്ചി സഞ്ചിയിൽ അത് കയറി പോവുക. അമ്പലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലേഡി ഉള്ളതുകൊണ്ട് ഇവനെന്തായാലും ലോഡ്ജിലെ താമസിക്കും. അന്നുള്ള ദൈനംദിന ജീവനത്തിന് വേണ്ടിയാണ് ഇവര് മോഷണം വേണ്ടി തുടങ്ങുന്നത്. വീട്ടുകാരായിട്ടൊന്നും ടച്ചില്ല അവർക്ക്. പട്ടാപ്പകൽ ഏത് അമ്പലത്തിലും കയറി മോഷ്ടിക്കും. പോകുന്ന വഴിയിൽ കാണുന്ന ക്ഷേത്രങ്ങളോടാണ് പഥ്യം. ക്യാമറയൊന്നും കാര്യമാക്കാറേയില്ല. കിട്ടുന്ന പണം കൊണ്ട് അടിച്ചുപൊളി ജീവിതം. പണം തീരുമ്പോൾ അടുത്ത ക്ഷേത്രവഞ്ചികൾ നോക്കാനായി ഒപ്പം ജീവിക്കുന്ന 23-കാരൻ മുഹമ്മദ് അൻവർ ഷായുമായി ബൈക്കിൽ കറക്കം. ക്ഷേത്ര വഞ്ചി കവർച്ചിലെ കില്ലാടിയായ പെൺകുട്ടി കായംകുളം കൃഷ്ണപുരം സ്വദേശിയായ സരിത ഒടുവിൽ പുത്തൂർ പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിൽ പിടിവീണു. ഇവരൊരു പ്രൊഫഷണൽ ടച്ചുള്ള കള്ളന്മാരല്ല. കാരണം ഇവര് വഞ്ചി മോഷണം ക്യാമറ അതൊന്നും അവർക്കൊരു പ്രശ്നമായില്ല. അതുകൊണ്ട് ഇവര് അന്നുള്ള ദൈനംദിന ജീവനത്തിന് വേണ്ടിയാണ് ഇവര് മോഷണം വേണ്ടി തുടങ്ങുന്നത്. വീട്ടുകാരായിട്ടൊന്നും ടച്ചില്ല അവർക്ക്. അങ്ങനെ ടച്ചില്ലാതെ വീട്ടിലൊന്നും കയറ്റില്ല അവരാ. ഒരു 220 മോഡൽ നീല ബൈക്കാണ് യൂസ് ചെയ്യുന്നത്. ആ ബൈക്കില് സഞ്ചരിച്ച് ഏതെങ്കിലും ക്ഷേത്രങ്ങളോ റോഡ് സൈഡിൽ കാണുന്ന ക്ഷേത്രങ്ങളില് വഞ്ചിയോ കാണിക്ക വഞ്ചിയോ, വലിയ കാണിക്ക വഞ്ചിയൊന്നും ഇവർക്ക് വേണ്ട. ചെറിയ കാണിക്ക വഞ്ചി സഞ്ചിയിൽ അത് കാണുമ്പോ തന്നെ സഞ്ചിയിൽ കൊണ്ടിടുക. സഞ്ചിയിൽ കൊണ്ടിട്ടിട്ട് അതും കൊണ്ട് ബൈക്കിൽ കയറി പോവുക. അതാണ് പകൽ മാത്രമാണ് മെയിൻ ആയിട്ടും പകലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള കേസുകളിലെല്ലാം അവർ പകൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാണ്. മാവടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നട്ടുച്ചയ്ക്ക് കയറി പെൺകുട്ടി വഞ്ചി മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഈ കേസിലാണ് അൻവർ ഷായും സരിതയും പിടിയിലാവുന്നത്. 8 വർഷമായി ഇവർ തമ്മിൽ പരിചയത്തിലാണ്. 6 വർഷമായി ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. വലിയ ക്ഷേത്രങ്ങളോട് സരിതയ്ക്ക് കമ്പമേയില്ല. പാവപ്പെട്ട ക്ഷേത്രങ്ങളിലാണ് കവർച്ചകളിലേറെയും. അതുകൊണ്ട് തന്നെ പിടികൊടുക്കാതെ നടക്കുന്നതിനിടയിൽ നിരവധി ക്ഷേത്ര കവർച്ചകൾ ഇവർ നടത്തി. ഇത്ര ഗൗരവമായി പുത്തൂർ പോലീസ് കേസെടുത്ത് ഇവരുടെ പിന്നാലെ കൂടിയതോടെയാണ് വീണ്ടും പോലീസ് വലയിലാവുന്നത്. പുത്തൂർ CI ചന്ദ്രദാസ്, SI ബാലു ബി നായർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവര് 3 ദിവസമായിട്ട് ലൊക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൊട്ടിയം ജംഗ്ഷൻ ആ സ്ഥലങ്ങളിലാണ് ഇവർ ലൊക്കേഷൻ കാണിച്ചത്. അത് പ്രകാരം 3 ദിവസം കൊണ്ട് നമ്മൾ കൊട്ടിയം പോലീസിനെ കോണ്ടാക്ട് ചെയ്തു. അതിനുശേഷം അവിടുത്തെ കൊല്ലം സിറ്റി സ്ക്വാഡിനെ നമ്മൾ സമീപിച്ചു സഹായത്തിന് വേണ്ടി, ഇവരെ പിടിക്കുന്നതിന് വേണ്ടി. കാരണം മെയിനായിട്ട് ഇവർ ലോഡ്ജ് കേന്ദ്രീകരിച്ചാണ് താമസിക്കുന്നത്. അമ്പലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ലേഡി ഉള്ളതുകൊണ്ട് ഇവരെന്തായാലും ലോഡ്ജിലെ താമസിക്കും. ഇന്നലെ രാത്രിയോടുകൂടി ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ഇവരെ കൊട്ടിയത്തൊരു ലോഡ്ജിൽ നിന്ന് ഒരു AVK ട്രേഡേഴ്സ് അങ്ങനെയാണ് ഒരു ലോഡ്ജിൽ നിന്ന് ഇവരെ രാവിലെ 9 മണിയോടുകൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവര് നിരവധി കേസുകളിൽ പ്രതിയാണ്. അടൂര് അതേപോലെ ഒരു മാല പൊട്ടിക്കൽ കേസിൽ പ്രതി, അതേപോലെ തന്നെ വേറെ സ്റ്റേഷനുകളിലും വഞ്ചി മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇവരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് കുറെ നാളത്തെ ഒരു ഓപ്പറേഷൻ ആണ്. കാരണം ഇവരെ ലൊക്കേഷൻ എടുത്ത് നമ്മൾ കുറെ സ്ഥലങ്ങൾ മാറി മാറി കാണിച്ചു. അവിടെയെല്ലാം പോയി നമ്മൾ തിരഞ്ഞെങ്കിലും ഇവരെ കിട്ടിയില്ല. ഇവര് ഏകദേശം ഒരു 6 വർഷമായിട്ട് പരിചയക്കാരാണ്. 8 വർഷമായിട്ട് പരിചയമാണ്. 6 വർഷമായിട്ട് ഒരു 3 വയസ്സുള്ള ഒരു മോനുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രമോഷണങ്ങൾക്ക് പിന്നാലെ പോലീസ് മിനക്കെട്ട് പോകാറില്ല. മാവടി ക്ഷേത്രത്തിലെ കവർച്ച പൊക്കിയതിന് നാട്ടുകാർ പുത്തൂർ പോലീസിനെ അഭിനന്ദിച്ചു. കണ്ടുപിടിക്കാൻ സാധിച്ച പുത്തൂർ പോലീസിനെ നമ്മൾ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് SI വളരെ കാര്യമായിട്ട് അദ്ദേഹം ഇതിൻ്റെ പുറകിൽ നീങ്ങി എന്നുള്ളതാണ്. SIയും CIയും ആ ഒരു ഗ്രൂപ്പ് വളരെ നല്ല സമീപനമായിരുന്നു. നമ്മളുമായിട്ട് എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ ഇതായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ പോലീസിനെ നമ്മൾ അഭിനന്ദിക്കുന്നു ഈ പ്രതികളെ പിടിച്ചത്. ജയിലിലായതോടെ ക്ഷേത്രവഞ്ചി മാത്രം കവർച്ച നടത്തുന്ന വനിതാ മോഷ്ടാവിന് ഇനി കുറച്ചുനാൾ ഇടവേളയാണ്. പോലീസിന് ഒപ്പം ആശ്വാസവും.